നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താ? കണ്ടാൽ ചെറുതെന്ന് തോന്നും, അടുത്ത് ചെന്നാലോ അതിവിശാലം. അതെ, നക്ഷത്ര 916 ഏറെ വളർന്നിരിക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലെ. ഒരു നുള്ളു പൊന്നിൽ തുടങ്ങി 100 പവനിൽ മതിക്കുന്ന ആഭരണ വൈവിധ്യത്തിന്റെ വലിയൊരു ശേഖരം ഒരുക്കിയിരിക്കുന്നു നക്ഷത്ര. ഇവിടുത്തെ നൂതനമായ ഓരോ ഡിസൈനുകളിലും നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട്. വിലക്കുറവിൽ നിങ്ങളെക്കുറിച്ചുള്ള കരുതലുണ്ട്. ഡിസൈനുകളിൽ പുതുമയും പാരമ്പര്യ തനിമയും നിങ്ങളുടെ ഇഷ്ടവുമുണ്ട്. ഡയമണ്ട് ആഭരണങ്ങളിൽ നിങ്ങളെ താരമാക്കുന്ന വശ്യ ചാരുതയുണ്ട്. സാനിറ്റൈസർ ഉപയോഗിച്ച്, മാസ്ക് ധരിച്ച്, സാമൂഹിക അകലം പാലിച്ച് നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാം. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇടപ്പള്ളി ടോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റ്ല ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. കൂടുതൽ ട്രെൻഡി ആഭരണങ്ങൾ അടുത്തറിയാൻ സബ്സ്ക്രൈബ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനൽ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് നമുക്ക് പരിചയപ്പെടാം അടിപൊളിയായിട്ടുള്ള 4 പവന്റെ ഡെയിലി വെയർ മാലകള്. നമുക്ക് താലിമാലയിട്ടോ മഹർമാലയൊക്കെ ഇട്ട് ഇടാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസുകളാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ 5 പവന്റെ മാലകളൊക്കെ പരിചയപ്പെട്ടത് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസിലുള്ള 4 പവന്റെ മാലകളും നമുക്ക് പരിചയപ്പെടാം. നല്ല ക്യൂട്ട് കളക്ഷൻസിൽ തന്നെ വരുന്നതാണ്. താലിമാലയോ മഹർമാലയോ ഡെയിലി യൂസ് ഒക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മോഡൽസ് ഒക്കെ നമുക്ക് എന്തായാലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാവൂ. ഒത്തിരി ലൈറ്റ് വെയിറ്റിന്റെ ഹെവി വെയിറ്റിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാം, എല്ലാവർക്കും പരിചയപ്പെടാം. അപ്പൊ നമുക്ക് നേരെ പോയ പിന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തേക്കണേ. അതിലും നല്ല വീഡിയോസ് നല്ല കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോകാം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ വെഡിങ് പർച്ചേസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം രാവിലെ തന്നെ ഒരു 9:30 നമുക്ക് ഷോപ്പ് തുറക്കുകയാണെങ്കിൽ ഒരു 11:30 ഉള്ളിൽ വരാൻ നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ പോയാലോ നല്ല കിടലനായിട്ടുള്ള 4 പവന്റെ മാലകളിലേക്ക്. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് നമ്മുടെ സ്വന്തം മുല്ലേന്ന് തന്നെ തുടങ്ങാം അല്ലേ? നല്ലൊരു കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട്. നമുക്ക് 4 പവനിലാണ് വന്നേക്കണം. 4 പവന്റെ മാലകൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 1,48,800 വരുന്നത്. അതിമനോഹരമായ രീതിയിലാണ് നമ്മുടെ സ്വന്തം മുല്ല സ്റ്റാർട്ട് ചെയ്തേക്കണത്. നല്ലൊരു ഭംഗി. ഉള്ളിൽ കണ്ട നമുക്ക് സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ബോൾസ് ഉള്ള രീതിയിലാണ് വന്നേക്കുന്നത്. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇറക്കം നോർമലി 8 പിടിയിലാണ് അവൈലബിൾ ആയിട്ടുള്ള. തലവഴി ഇടാം. കുറേ പേര് 8 പിടിയിൽ കൊണ്ടുപോകും. ഇനി കുറേ പേർക്ക് 9 പിടി 10 പിടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിമനോഹരമായ നമ്മുടെ സ്വന്തം മുല്ലയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീണ്ടും ലോട്ടസ്. 4 പവന്റെ അടിപൊളിയായിട്ടുള്ള ലോട്ടസ് ചെയിൻ ആണ്. നോർമലി ഞാനിപ്പോൾ എല്ലാം കാണിച്ചേക്കണം 8 പിടി തന്നെ കേട്ടോ. നല്ലൊരു ഭംഗിയിൽ തന്നെ നമ്മുടെ ലോട്ടസ് ചെയിൻ വന്നിട്ടുണ്ട്. നല്ല ഒരു ഭംഗി. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം പൊലിമയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് SS റൗണ്ടിൻ്റെ ഉള്ളിൽ SS മോഡലാണ് നിൽക്കുക. കണ്ടോ, ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ച് അതാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ, ആ ഒരു പാറ്റേൺ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താലിമാലയൊക്കെ എടുക്കാൻ വരുമ്പോൾ ജസ്റ്റ് ഇതേ എനിക്ക് ലോട്ടസ് മതി കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മുല്ല മതി കേട്ടോ, പറയാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സൂം ചെയ്ത് നിങ്ങളെ കാണിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ എപ്പോഴും ഒന്നും മാല മേടിക്കില്ലല്ലോ അല്ലേ? ഒന്നല്ലെങ്കിൽ പൊട്ടണം അല്ലെങ്കിൽ കല്യാണം ആവണം, അപ്പോഴേ നമ്മൾ മേടിക്കുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പൈസ വരുമ്പോഴത്തേക്കും ഒക്കെ ആണെങ്കിലും മേടിക്കാം. നിങ്ങളിപ്പോൾ നോക്കി വെച്ചാൽ നമുക്ക് ഇപ്പോഴല്ല പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മേടിക്കാം. ഈ ഡിസൈൻസ് എല്ലാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നല്ല ട്രെൻഡി ആയിട്ടുള്ള ലോട്ടസ് ചെയിൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു. പിന്നെ ജെൻസ് കൂടുതലും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ലോട്ടസ് ചെയിൻ ഇഷ്ടപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊലിമ തന്നെ, അത് തന്നെ ഹൈലൈറ്റ്. പിന്നെ കൈ ചെയിനും ഉണ്ട് ഇതിൻ്റെ തന്നെ. 3/4 പവൻ്റെ 1 പവൻ്റെ ഒക്കെ സെയിം മോഡല് നമുക്ക് കൈ ചെയിനും അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള നമ്മുടെ പേരെഴുതിയ ലോക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ലോട്ടസ് ചെയിൻ കണ്ടു. നല്ല ട്രെൻഡി ആയിട്ടുള്ള മോഡൽസ് ആണ്. അപ്പോൾ നമ്മൾ മുല്ലയും പരിചയപ്പെടുത്തി. ഇതെല്ലാം നമുക്ക് എപ്പോഴും കൊണ്ടുപോകുന്ന മോഡലാണ്. അടുത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം സീലോ കട്ട.
സീലോക്കോട്ട പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അഞ്ചുവണ്ടിയിലൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഉരുണ്ട മോഡലാണ് വന്നേക്കുന്നത്. ഉരുണ്ട മോഡൽ ഇങ്ങനെ റൗണ്ട് ക്ലിപ്പിങ്സ് 4 ഭാഗത്തുനിന്നും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കട്ടകൾ വരും റൗണ്ടിൽ തന്നെ. അത്യാവശ്യം പൊലിമ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ഉരുണ്ട മോഡൽ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇതേപോലെ ഈ നമ്മുടെ സുന്ദരി ചെയിനൊക്കെ ഉരുണ്ടിട്ടാണ്, പക്ഷേ അതിങ്ങനെ ഒരേ പാറ്റേൺ തന്നെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും വർക്കുകൾ ഉണ്ടാവില്ല, പക്ഷേ ഇതൊരു വെറൈറ്റി വർക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും നമുക്ക് ഈ ഒരു സീലോക്കട്ടൊക്കെ ആണെങ്കിൽ. ഞാൻ എന്തായാലും 100% ഉറപ്പ് പറയണം, സീലോക്കട്ട പക്ക ലാസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെയിനാണ്. നല്ല ഭംഗി. നമുക്ക് കഴുകാനും മൂരി കഴുകാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും ഈ ഒരു മോഡൽസൊക്കെ ആകുമ്പോഴത്തേക്കും. ഇതിനിടയ്ക്ക് കട്ട വരാത്തത് കൊണ്ട് അത് ഞാൻ പരിചയപ്പെടുത്താം. നെക്സ്റ്റ് നമ്മുടെ സവിതമാണ്. സവിതം ഞാൻ തന്നെ പറഞ്ഞ് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. നല്ലൊരു ഭംഗിയിൽ തന്നെ ഇങ്ങനെ കട്ടകളായിട്ട് വന്നേക്കുന്നതാണ്. ക്ലിപ്പിങ്സ് ഇങ്ങനെ നമ്മൾ കൈ കോർത്ത് വെച്ചേക്കണ പോലെ അല്ലേ, ഫുള്ളായിട്ട് കട്ടകളായിട്ട് ഇങ്ങനെ വന്നേക്കുന്നത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് നീളം കട്ടകൾ വരുന്നുണ്ട്, അത് സവിതം കട്ട. അത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് ക്ലിപ്പിങ്സ് ആയിട്ട് പോകുന്ന അതിമനോഹരമായ ഒരു മാല. ഇത് പറഞ്ഞ പോലെ നമുക്ക് ഈ മഹർമാല താലിമാലയൊക്കെ ഇട്ട് കുറേ പേര് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതേപോലെ സവിതമാല എല്ലാവരും കൊണ്ടുപോകാറുണ്ട്. നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നേക്കുന്നതാണ് നമ്മുടെ സവിതം. ഭയങ്കര ഇങ്ങനെ കട്ടകൾ ബേസ് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു മോഡൽസ് ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻ തന്നെ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 പവൻ മുതൽ അവൈലബിൾ ആണ്. വലിയവർക്കൊക്കെ ആണെങ്കിൽ 3/4 പവനിലും ഒക്കെ 6 പിടിയിലൊക്കെ കിട്ടും. 1 പവനിൽ ഈ ഒരു ഇറക്കത്തിൽ തൊട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും മേടിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. 4 പവൻ മേടിക്കാൻ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ 5. ഇപ്പോൾ ഈ ഒരു മോഡൽ നോക്കി അതിൻ്റെ ഇടയ്ക്ക് കട്ടകൾ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടകൾ വരുന്നതാണ്. ഇതിൻ്റെ പേരാണ് സവിതം കട്ട. നമ്മളിപ്പോൾ സവിതമാല കണ്ടില്ലേ, അതിൻ്റെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടകൾ വരുന്നത് കൊണ്ട് സവിതം കട്ട എന്ന് പറയും. നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നേക്കുന്ന ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വന്നേക്കുന്നതാണ് കേട്ടോ. ഈ സവിതം കട്ടയൊക്കെ മെയിനായിട്ട് കുറേ പേര് കൊണ്ടുപോകുമായിരുന്നു. നല്ലൊരു ഭംഗിയിൽ തന്നെ നമുക്ക് വന്നേക്കുന്ന മോഡൽസ് ആണ് നമ്മുടെ ഈ സ്വന്തം സവിതം കട്ട വരുന്നത്. അപ്പോൾ നമ്മൾ സവിതം കട്ട സവിതം തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അടുത്ത് വരുന്നത് നമ്മുടെ സ്വന്തം റെയിൽ ചെയിൻ അഥവാ ബോയ്സ് ചെയിൻ ആണ്. ബോയ്സ് എന്ന പേരേ ഉള്ളൂ, നമുക്ക് കൂടുതൽ ലേഡീസ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ലൊരു ഭംഗിയിൽ തന്നെ ഇങ്ങനെ റെയിൽ പാളം പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതാണ് നമ്മൾ റെയിൽ ചെയിൻ എന്ന് പറയാൻ കാരണം അതായിരിക്കും അല്ലേ. നല്ലൊരു ഭംഗിയിൽ നമുക്ക് താലിമാലയിട്ട് കൊണ്ടുപോകാം. 2 പവൻ മുതൽ നമുക്കിത് അവൈലബിൾ ആണ്. 2 പവൻ മുതൽ നമുക്ക് പാദസരങ്ങളും അവൈലബിൾ ആണ്. ഇതിൻ്റെ നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. നല്ല ഭംഗി അരഞ്ഞാണമായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് വെയിറ്റ് കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരഞ്ഞാണമൊക്കെ നല്ലത്. കാരണം പരന്ന ചെയിനാണല്ലേ, നിങ്ങൾ നോക്കിക്കേ. എന്നിട്ട് നടുക്ക് ഇങ്ങനെ മൊട്ട് മോഡൽ വന്നിട്ടുണ്ട്. നല്ല ലാസ്റ്റിങ്ങും ഉണ്ടാകും. അത്യാവശ്യം മുല്ല ചെയിൻ കഴിഞ്ഞ് കുറേ നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ചെയിനുകളിൽ കുറേ പേര് ചോദിക്കുന്ന ചെയിനുകളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം റെയിൽ ചെയിൻ അഥവാ ബോയ്സ് ചെയിൻ. രണ്ടും 2 പേരിൽ അറിയപ്പെടും. ഏത് പേരിലാണ് ചില സ്ഥലങ്ങളിൽ ഇന്ന ചെയിനിന് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില നാട്ടിലൊക്കെ വേറെ പേര് ഇപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും അതേത് ചെയിനാന്ന് ഓർക്കും. പക്ഷെ നമ്മുടെ അടുത്ത് വേറെ പേരായിരിക്കും പറയണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലയിടത്തും പല പേരുകളാണ് വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ റെയിൽ ചെയിൻ അഥവാ ബോയ്സ് ചെയിനും പരിചയപ്പെട്ടു. നല്ല പരന്നിട്ട് തന്നെ അത്യാവശ്യം കുഞ്ഞു വർക്ക്സോടെ വന്നേക്കുന്ന ചെയിനുകളിൽ ഒന്നാണ് നമ്മുടെ റെയിൽ ചെയിൻ അഥവാ ബോയ്സ് ചെയിൻ. കണ്ടല്ലോ, അതിൻ്റെ വർക്കൊന്ന് നിങ്ങൾ സൂം ചെയ്ത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് എല്ലാം കൂടെ നമുക്ക് മേടിക്കാൻ വരുമ്പോഴല്ലേ, അല്ലാതെ നമുക്ക് വെറുതെ ഒന്നും കയറി ആരും കാണൂലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് കാണിക്കുന്നത്. അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്വന്തം സ്ലീഫ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ തന്നെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ. നല്ലൊരു ഭംഗിയിൽ അത്യാവശ്യം തലിമാലയിട്ട് നമുക്ക് ഇറക്കത്തിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയിൽ തന്നെ വരുന്നതാണ്. എസ് മോഡലാണ് അതിൻ്റെ. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ മോഡൽസ് ലോട്ടസ് കാണിച്ചപ്പോൾ എസ് എന്ന് പറഞ്ഞു, പക്ഷേ ഇത് അതേപോലത്തെ അല്ല കേട്ടോ.
ഈ ഒരു എസ് നല്ല വ്യത്യാസമുണ്ട്. എസിൻ്റെ ഉള്ളിൽ നമുക്ക് ലീഫ് പോലെ തോന്നും അല്ലേ, ലീഫ് മോഡൽ വന്നിട്ടുണ്ട്. മറ്റേ എസ് വേറെ മോഡലാണ്, കുറച്ചും കൂടെ പൊലിമയുള്ള മോഡൽ. റൗണ്ടിൽ തന്നെയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പാറ്റേണിൽ തന്നെ വന്നേക്കണം. പിന്നെ നമുക്ക് 1 പവൻ തൊട്ടൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഇടാം. 1.25 പവൻ തൊട്ട് നമുക്കിത് 8 പിടിയിൽ അവൈലബിൾ ആണ് കേട്ടോ. തല വഴി ഇടുന്നതാണ് 8 പിടി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 8 പിടി എന്ന് പറയുന്നതാണ് നമുക്ക് തലവഴി ഇടാവുന്ന ഇറക്കത്തിൽ ഫസ്റ്റ് ഇറക്കം എന്ന് പറയുന്നത് 8 പിടി. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെയിനായ നമ്മുടെ സ്വന്തം ബോംബെ ചെയിൻ അഥവാ ഊർവശി ചെയിൻ. ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഞാൻ 5 വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പണ്ട് തൊട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അരഞ്ഞാണ ചെയിനും പാദസര ചെയിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതേപോലെ ട്രെൻഡി ആയിട്ട് നമുക്ക് വലിയവരുടെ പാദസരങ്ങളാണെങ്കിൽ നമുക്ക് 3/4 പവൻ മുതൽ ജോഡി ഇത് അവൈലബിൾ ആണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 3 ഗ്രാമിൻ്റെ അരഞ്ഞാണം അവൈലബിൾ ആണ്. വലിയവർക്ക് 1 പവൻ്റെ അരഞ്ഞാണം അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ കാരണം കുറേ മോഡൽസ് ഉണ്ട്. നമുക്ക് 3/4 പവൻ തൊട്ട് തലവഴി ഇടാവുന്ന മാലകളും ഈ ഒരു ബോംബെ ചെയിൻ്റെ അവൈലബിൾ ആയിരിക്കും. 4 പവനൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ല പൊലിമയിൽ തന്നെ ഉണ്ട് അല്ലേ, കാണാൻ നല്ലൊരു പൊലിമയിൽ തന്നെ ഉണ്ടാകും. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ സുന്ദരിയാണ്. സുന്ദരി പോലെ തന്നെ സുന്ദരമായ ചെയിനുകളാണിത്. നല്ല ഉരുണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ സീലോ ചെയിനോട് സാദൃശ്യമുള്ള ചെയ്യുന്നത്, പക്ഷെ സാദൃശ്യമല്ല, ആ ഒരു ഉരുൾച്ചയുണ്ട ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് ഇതിങ്ങനെ നോക്കിക്കേ, ഒരു ഉരുണ്ട മോഡൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ നിൽക്കണം അല്ലേ, പക്ഷെ സീലും അങ്ങനെയല്ല, ഉള്ളിൽ ഹോൾസ് വന്നിട്ടായിരുന്നു. അങ്ങനെ പല പല വെറൈറ്റീസിലാണ് നിൽക്കുന്നത്. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നേക്കുന്നതാണ് നമ്മുടെ സുന്ദരി ചെയിൻ. വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വലിയ ലോക്കറ്റൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മുടെ ഡബിൾ സച്ചിനാണ്. ഡബിൾ സച്ചിനും ഡബിൾ ഗാംഗുലിയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നിങ്ങളെ കാണിക്കാൻ വെച്ചെന്നേ ഉള്ളൂ. ഡബിൾ സച്ചിൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കുഞ്ഞു കണ്ണുകൾ നീളത്തിൽ വരുന്നുണ്ട്. സച്ചിൻ്റെ ഡബിൾ ലെയർ കേട്ടോ. ഇനി ഡബിൾ ഗാംഗുലി ആണെങ്കിൽ ആ ഹോൾസ് ഉണ്ടാവില്ല, മിഡിൽ പോർഷൻ ഫുള്ളായിട്ട് ഡബിൾ ലെയർ. അതേ ഉള്ളൂ വ്യത്യാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട്, പക്ഷേ ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് മോഡൽസ് കാണിച്ചപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ വെച്ച് കാണിച്ചതേ ഉള്ളൂ. നല്ല സുന്ദരമായിട്ടുള്ള നമ്മുടെ ഈ സ്വന്തം ഡബിൾ സച്ചിൻ ജെൻസ് കൊണ്ടുപോകട്ടോ. നന്നായിട്ട് ജെൻസ് ഇത് കൊണ്ടുപോകുന്നുണ്ട് ഡബിൾ സച്ചിനൊക്കെ. അടുത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെയിനായ നമ്മുടെ സ്വന്തം പരസ്പരം അല്ലേ. പരസ്പരം എല്ലാവർക്കും ഇഷ്ടം. റോഡിയം പോളിഷ് വന്നിട്ടുള്ളതാണ്. 1/2 പവൻ മുതൽ വലിയവർക്ക് ജോഡി പാദസരങ്ങൾ അവൈലബിൾ ആണ്. 1 ഗ്രാമിൻ്റെ കുട്ടികളുടെ കൈ ചെയിനാണെങ്കിലും ഈ മോഡൽസ് കിട്ടും. വലിയവർക്കാണെങ്കിൽ 2 ഗ്രാം കിട്ടും കൈ ചെയിനുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ 2 ഗ്രാം മുതലുള്ള ജോഡി പാദസരങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള ഡിസൈനിൽ. പിന്നെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ 2 ഗ്രാമിൻ്റെ മാല അല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ 2 ഗ്രാമിൻ്റെ മാല. നമുക്ക് 5 പിടിയിലും 6 പിടിയിലും നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. നല്ലൊരു ഭംഗിയിൽ തന്നെയുള്ള നമ്മുടെ പരസ്പരം ചെയിനാണ്. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെയിനായ ഡോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ലേ, നമുക്ക് കൈ ചെയിനുകളുണ്ട്. ജെൻസ് ഉണ്ട് കൂടുതലും. നമുക്കൊരു 10ൽ ഒരു 8-9% കൂട്ടാം. മാലകൾ കൂടുതലും കൊണ്ടുപോകുന്ന ജെൻസാണ്. കാരണം അത്രയും ക്ലിപ്പിങ്സ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നിൽക്കുന്ന അനുസരിച്ച് കൂടുതലും ലേഡീസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുപോകുന്നത് ഗാംഗുലി ചെയിൻ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ഡോൺ കൊണ്ടുപോകുന്നത് കൂടുതലും ജെൻസ് ആയിരിക്കും. ലേഡീസും കൊണ്ടുപോകുമില്ല എന്നില്ല, എന്നാലും അപേക്ഷിച്ച് നമുക്കൊരിത് നോക്കുവാണെങ്കിൽ കൂടുതലും നമുക്ക് ജെൻസ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ലേഡീസ് ഗാംഗുലി ചെയിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വലിയ കണ്ണുകളായിട്ട് മാക്സിമം പൊലിമയിലുള്ളതാണ് നമ്മുടെ ഡോണ്. അപ്പോൾ ഡോൺ കണ്ടല്ലോ. പിന്നെ കൈ ചെയിനുകൾ നമുക്ക് 3 ഗ്രാം മുതലുണ്ട്, കുട്ടികൾക്കാണെങ്കിൽ 2 ഗ്രാം മുതലുണ്ട്. പിന്നെ ഇതിൻ്റെ പാദസരങ്ങളൊന്നും അധികം ആരും കൊണ്ടുപോകാറില്ല, കാരണം പൊലിമ കൂടുതലുള്ളതുകൊണ്ട് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് പാദസരങ്ങളൊന്നും അധികം ആരും കൊണ്ടുപോകാറില്ല. നല്ല ഭംഗിയുള്ള ഡോൺ ആണ് കണ്ടത്. അടുത്തത് നമ്മുടെ സ്വന്തം സീലോ. നമ്മൾ സീലോ കട്ട നമ്മൾ പരിചയപ്പെട്ടല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കട്ടകളായിട്ട് വരുന്നത് പരിചയപ്പെട്ടു. ഇനി സീലോ എന്ന് പറയുമ്പോൾ കട്ടകളില്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഹോൾസ് മോഡൽ ഡിസൈൻസിൽ വന്നിരിക്കുന്നതാണ്. ഞാനിങ്ങനെ ഇത്രയും എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഡിസൈൻസ് എടുത്തറിയാൻ വേണ്ടി. നമുക്ക് എപ്പോഴും ഷോപ്പിൽ ചെന്നൊന്നും നിങ്ങൾക്കൊന്നും പറ്റില്ല, നമുക്ക് എല്ലാവർക്കും പറ്റില്ല. നമുക്ക് ആർക്കും പറ്റില്ല, ഇങ്ങനെ ഓരോ മോഡൽസ് പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലത്തെ മോഡൽസ് നമ്മുടെ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ക്യൂട്ടായിട്ടുള്ള 4 പവൻ്റെ 8 പിടി മാലകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 4 പവന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ, നല്ല വെറൈറ്റി ആയിട്ടുള്ള മാലകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാലേ ഇതേപോലെ ട്രെൻഡി ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ചിലർ.